ലോഗിൻ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈൻ ഇൻ പ്രോസസ് ആണ്. അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് ഇവിടെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിനു ശേഷം കാണുന്ന ഈ സ്ക്രീനാണ് നമ്മുടെ റെസ്റ്റോറന്റ് ഡാഷ്ബോർഡ്. ഇവിടെ ആദ്യം കാണിക്കുന്നത് ഇൻകമും അതിനുശേഷം രണ്ടാമതായി കാണിക്കുന്നത് എക്സ്പെൻസസുമാണ്. ഇതുവരെ ഉണ്ടായ വരവും ചിലവും എല്ലാം കണക്കാക്കി ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നു. അതിനൊപ്പം ബാങ്ക് അമൗണ്ട് അഥവാ ബാങ്കിലുള്ള ടോട്ടൽ ബാലൻസും കാണാം. ഇവയ്ക്ക് താഴെ കാണുന്നത് നമ്മുടെ സെയിൽസും പർച്ചേസും അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രാഫ് ആണ്. ഇനി നമുക്ക് പ്രധാനമായ 3 മൊഡ്യൂൾസ് കാണാം: മാസ്റ്റേഴ്സ്, വാച്ചേഴ്സ്, റിപ്പോർട്ട്സ്. മാസ്റ്റർ സെക്ഷനിൽ നമ്മൾ ക്രിയേഷൻ ടാസ്ക് ആണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്രോഡക്ട്സ് അഥവാ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അക്കൗണ്ട്സിൽ നമുക്ക് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് വാച്ചേഴ്സ് സെക്ഷൻ ആണ്. ഇവിടെ നമുക്ക് വിവിധ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പർച്ചേസ്, സെയിൽസ് തുടങ്ങിയവ. റിപ്പോർട്ട് സെക്ഷനിൽ നമ്മൾ വാച്ചേഴ്സിൽ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും വിശദമായി കാണാനാകും. ഇതിനൊപ്പം ഡാഷ്ബോർഡിൽ ഒരു പോസ്റ്റ് സ്ക്രീനും ഉണ്ട്. ഇവിടെ നമുക്ക് ഐറ്റം സെർച്ച് ചെയ്യാനുള്ള ക്വിക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്.